നമസ്കാരം. കിരീടത്തിലെ സേതുമാധവനെ വിറപ്പിച്ചാണ് കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രം മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കുന്നത്. ആ ഒരു സിനിമയിലെ ഉഗ്രൻ പെർഫോമൻസ് ആണ് മോഹൻരാജ് എന്ന അതുല്യ നടനെ എക്കാലത്തും കീരിക്കാടൻ ജോസാക്കി മാറ്റിയതും. മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ഇന്നും ഓർത്തുവെക്കാൻ ഉശിരുള്ള ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് മോഹൻരാജ് നമ്മോട് വിട പറയുന്നത്. മോഹൻരാജിനെ അനുസ്മരിച്ച് മോഹൻലാൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു. സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട. മോഹൻലാൽ പറഞ്ഞതുപോലെ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ള നിയോഗമായിരുന്നു മോഹൻരാജിന്. പലരും കീരിക്കാടൻ ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്ന് പോലും വിശ്വസിച്ചിരുന്നു. അത്രമേൽ ശക്തമായ സ്വാധീനമുണ്ട് മലയാളി മനസ്സുകളിൽ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന്. കീരിക്കാടനാണ് കിരീടത്തിന്റെ നട്ടെല്ലെന്ന് ലോഹിതദാസ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും കീരിക്കാടനെ തല്ലിത്തോൽപ്പിച്ചും കൊന്നുതള്ളിയുമാണ് നായകൻ വീര്യം പ്രകടിപ്പിക്കുന്നത്. രണ്ടാൾ പൊക്കവും ക്രൂരമുഖവുമുള്ള കീരിക്കാടനെ പ്രേക്ഷകർ ഭീതിയോടെയും വെറുപ്പോടെയുമാണ് ആദ്യം കണ്ടത്. കീരിക്കാടന്റെ വരവും സംഘടനവുമെല്ലാം ശ്വാസമടക്കി പിടിച്ചാണ് പ്രേക്ഷകർ കണ്ടത്. പോസ്റ്ററുകളിൽ കീരിക്കാടന്റെ ചിത്രമെത്തിയത് സിനിമ ഇറങ്ങി 25 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അതോടെ പുതിയ വില്ലന് സ്വീകാര്യത ലഭിച്ചു. കീരിക്കാടനെ കാണാനായി മാത്രം ആളുകൾ വീണ്ടും തിയേറ്ററിൽ കയറി എന്നതും മറ്റൊരു ചരിത്രം. നടനാകാൻ മോഹിച്ച് സിനിമാ ലോകത്തെത്തിയതായിരുന്നില്ല മോഹൻരാജ്. ആകസ്മികമായി സംഭവിച്ചതായിരുന്നു അഭിനയം. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴുമലൈ കള്ളൻ, ആൺകളെ നമ്പാതെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് സംവിധായകൻ കലാധരൻ വഴിയാണ് കിരീടത്തിലേക്ക് വരുന്നത്. കിരീടത്തിന്റെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ സംവിധാന സഹായിയായിരുന്ന കലാധരൻ മോഹൻരാജിനെ വിളിച്ചു വരുത്തി. കിരീടത്തിലെ ജോണിയുടെ വേഷത്തിലേക്കാണ് കലാധരൻ മോഹനെ ക്ഷണിച്ചു വരുത്തിയത്. ആദ്യം നിർമ്മാതാവിനെയും സംവിധായകനെയും കൊണ്ടുപോയി കാണിച്ചു. പിന്നെ ഗീത് ഹോട്ടലിൽ ലോഹിതദാസിനെ കാണാൻ പോയി. ലിഫ്റ്റിൽ വന്നിറങ്ങിയ ലോഹി തൊട്ടു മുന്നിൽ വന്നു നിന്ന മോഹൻരാജിനെ ആപാദ ചൂടം ഒന്ന് അളന്നു നോക്കി. തിരിച്ച് റൂമിൽ വന്നപ്പോൾ കലാധരൻ പറഞ്ഞു, ഈ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കണം. പടത്തിലെ നമ്പർ 1 ക്യാരക്ടറാണ് കീരിക്കാടൻ ജോസ്. മോഹൻരാജ് കഥയും കഥാപാത്രവും കേട്ട് ഷോക്കേറ്റതുപോലെ നിന്നു. ആന്ധ്ര സ്വദേശിയായ പ്രദീപ് ശക്തി എന്ന നടനെയായിരുന്നു തുടക്കത്തിൽ ആ റോളിലേക്ക് നിശ്ചയിച്ചിരുന്നത്. അയാൾക്ക് തലസ്ഥാനത്തേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം പിന്മാറിയതിനാലാണ് ആ വേഷം മോഹൻരാജിലേക്ക് എത്തിയത്. അങ്ങനെ മോഹൻരാജ് കീരിക്കാടൻ ജോസ് എന്ന അതിശക്തമായ കഥാപാത്രമായി. അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ KR ഷൺമുഖം സീരിയസ് ആയി പറഞ്ഞൊരു വാചകം മരിക്കും വരെ മോഹൻരാജ് തമാശയായി പറയുമായിരുന്നു. പ്രദീപ് ശക്തി പ്രതീക്ഷിക്കാതെ മുങ്ങിക്കളഞ്ഞതോടെ സെറ്റിൽ എല്ലാവർക്കും വലിയ ടെൻഷനായി. അഭിനയ പരിചയമില്ലാത്ത മോഹൻരാജ് ആ സമയത്ത് ആരുടെയും മനസ്സിൽ പോലുമില്ല. പെട്ടെന്ന് ഷൺമുഖം പറഞ്ഞു, എന്തിനാ അവനേക്കാൾ 2 ഇരട്ടിയുള്ള ഒരു സാധനത്തിനെ കിട്ടിയില്ലേ? തിരുവനന്തപുരം ആര്യനാട് മാർക്കറ്റിലായിരുന്നു കിരീടത്തിലെ മോഹൻരാജിന്റെ ആദ്യ രംഗം ചിത്രീകരിച്ചത്. സ്റ്റണ്ട് മാസ്റ്ററുടെ ഫൈറ്റ് നമ്പറുകൾ സംവിധായകൻ അത്ര പിടിച്ചില്ല. തുടർന്ന് മോഹൻലാൽ ഇടപെട്ടു. അണ്ണാ, ഇങ്ങനെ അടി, അങ്ങനെ തടുക്ക് എന്നെല്ലാം പറഞ്ഞു. മോഹൻരാജ് അതുപോലെ ചെയ്തു. ക്ലൈമാക്സിലെ സംഘടനം 3.5 മണിക്കൂറാണ് ഷൂട്ട് ചെയ്തത്. ഒരു രംഗത്ത് പോലും ഡ്യൂപ്പില്ലാതെയാണ് കിരീടത്തിലെ സംഘടന രംഗം മൊത്തം ചിത്രീകരിച്ചത്. രൂപഭാവങ്ങൾ കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ കീരിക്കാടനായി തോന്നിക്കുന്ന മോഹൻരാജിന് മുഖത്ത് വെട്ടുകൊണ്ട ഒരു പാടുകൂടി കൊടുത്തപ്പോൾ ആ ഭീകരത പൂർണ്ണമായി. എന്നാൽ കഥാപാത്രത്തിന്റെ ശബ്ദത്തിലും സംഭാഷണ രീതിയിലുമെല്ലാം ഭീകരത കൊണ്ടുവരാൻ മോഹൻരാജ് ശ്രമിച്ചു. തനിക്ക് നന്നായി വഴങ്ങുന്ന പാറശാല സ്ലാങ്ങിലാണ് അദ്ദേഹം ആ സിനിമയിൽ സംസാരിച്ചത്. നായകന് മുൻപിൽ ഇടിയേറ്റു വീഴാനായിരുന്നു കീരിക്കാടൻ എന്നും വിധി. എന്നാൽ ജീവിതത്തിൽ മോഹൻരാജ് നേടിയ നേട്ടങ്ങൾ ഏറെയാണ്. എഴുതിയ പരീക്ഷകളിലെല്ലാം ജയിച്ചു കയറി. കരസേന, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി നേടി. പരീക്ഷകളെ തോൽപ്പിക്കുക എന്നത് വലിയ ആവേശമായിരുന്നു. സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു ചെറുപ്പത്തിലെ വലിയ ആഗ്രഹം. 20-ാം വയസ്സിൽ പട്ടാളത്തിൽ കയറി. കളിക്കിടെ കാലിനുണ്ടായ പരിക്കിനെ തുടർന്ന് ജോലി അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീടാണ് കസ്റ്റംസിൽ ടെസ്റ്റ് എഴുതി കയറുന്നത്. കേരള പോലീസ് SI ടെസ്റ്റ് 2ാം റാങ്കോടെയാണ് പാസ്സായത്. എൻഫോഴ്സ്മെന്റിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ലഭിച്ചപ്പോൾ മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചു. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. മണിച്ചിത്രത്താഴിന്റെ തമിഴ് റീമേക്കായ ചന്ദ്രമുഖിയിലും മോഹൻരാജിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കൂടിക്കാഴ്ച, ആനവാൽ മോതിരം, കാസർകോട് കാദർബായ്, ഉപ്പുക്കണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, പത്രം, വാഴുന്നോർ, 2020 അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി സിനിമകളുടെ ഭാഗമായി. കടമറ്റത്ത് കത്തനാർ, സ്വാമി അയ്യപ്പൻ എന്നീ സീരിയലുകളിലും അഭിനയിച്ചു. മലയാളത്തിൽ കീരിക്കാടൻ
നടനായ അദ്ദേഹം തമിഴിൽ മസ്താനയും തെലുങ്കിൽ ഗുഡ്ഡിവാഡ റായിഡുവുമായാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ സാധിച്ചെങ്കിലും നടൻ എന്ന നിലയിൽ തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുകയോ സിനിമയിൽ നിന്നും സമകാലികരെ പോലെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. സിനിമയിൽ അതിക്രൂരനായിരുന്ന മോഹൻരാജ് ജീവിതത്തിൽ തീർത്തും സാധു മനുഷ്യനായിരുന്നു. വെട്ടൊന്ന് മുറി രണ്ട് എന്ന പോലെ മനസ്സിൽ തോന്നുന്നത് ആരോടും വെട്ടിത്തുറന്ന് പറയുന്നതായിരുന്നു ശീലം. മമ്മൂട്ടി നായകനായ റോഷാക്ക് എന്ന സിനിമയിലാണ് അവസാനമായി അദ്ദേഹം അഭിനയിച്ചത്. കൂനിന്മേൽ കുരു എന്ന പോലെ രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. പാർക്കിൻസൺസ് രോഗത്തിന്റെ രൂക്ഷമായ ആക്രമണത്തിൽ നിലതെറ്റിയ നിലയിലാണ് പിന്നീട് അദ്ദേഹം കാണപ്പെട്ടത്. സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നതായും കണ്ടു. ഒരു കാലത്ത് മലയാളികളെ ഒന്നടങ്കം വിറപ്പിച്ച ഭീതിയുണർത്തുന്ന മുഖവും രൂപഭാവങ്ങളുമായി തലയുയർത്തി നിന്ന ആ വില്ലൻ ഒന്ന് എണീറ്റ് നടക്കാൻ പോലുമാകാതെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. ചികിത്സയുമായി കഴിയുന്ന അദ്ദേഹത്തിന്റെ ദയനീയമായ ചിത്രം കുറെ കാലം മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. വില കുറഞ്ഞ ഒരു ടീഷർട്ടിട്ട് ക്ഷീണിച്ച് അവശനായി ഓജസ്സും തേജസ്സും മങ്ങിയ നിസ്സഹായമായ ഒരു രൂപം. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ മോഹൻരാജ് തന്റെ സിനിമാ സ്വപ്നങ്ങൾ പങ്കുവെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: കീരിക്കാടനെ പോലൊരു വേഷം ഇനി തേടി വരില്ല എന്നറിയാം, എന്നാലും എന്നും ഓർക്കാൻ പറ്റുന്ന നല്ലൊരു കഥാപാത്രം കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത്തരമൊരു കഥാപാത്രവുമായി ഏതെങ്കിലും സംവിധായകൻ വരുമെന്ന് പ്രതീക്ഷിക്കാം.